24 ഫെബ്രുവരി 2024 കഴിഞ്ഞ ബീറ്റ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിരിക്കുന്നതാണ് ഈ സെഷൻ. ഒന്ന്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണെന്നുള്ളതാണ്. അതിന്റെ ഓപ്ഷൻ സി ആണ് താന്തിയോ തോപ്പി. 2, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. അത് ഓപ്ഷൻ ഡി ആണ്, പട്ടണം. 3, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. അതിന്റെ ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ്. 4, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഇത് ഓപ്ഷൻ എ, ജനീവയാണ്. 5, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 1, നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം 1920-ലാണ്. ഖേദ സത്യാഗ്രഹം 1918-ലാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917-ആണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം വന്നിരിക്കുന്നത് 1930-ലാണ്. അപ്പൊ ഇതിന്റെ ശരിയായ ഓർഡർ എന്ന് പറയുന്നത് 1917, ശേഷം 1918, അത് കഴിഞ്ഞ് 1920, അവസാനം 1930 എന്ന് പറഞ്ഞാൽ ശരിയായ ഓർഡർ 3, 2, 1, 4 ആണ്. അത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 2023-ൽ 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 7, ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അത് ശരിയാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൽ 1ഉം 2ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനം ഇല്ല. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം, അത് ശരിയാണ്. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ഫലം മൂലമുണ്ടാകുന്ന സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം, അത് തെറ്റാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് രണ്ടാമത്തേതാണ്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായ സൂചനയാണ് കണ്ടെത്തേണ്ടത്. എന്താണ്? പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. അത് തെറ്റാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. അത് ഓക്കെ. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമതീര സമതലങ്ങൾ. അതും ശരിയാണ്. പിന്നെ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തേതാണ്. അത് ഓപ്ഷൻ എ ആണ്. 2, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? അതിൽ മധ്യമേഘ വായു ചംകുലത്തെ തടസ്സപ്പെടുത്തുന്നു, അത് തെറ്റാണ്. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു, അത് ശരിയാണ്. സമുദ്ര പ്ലവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു, അത് തെറ്റാണ്. കാലാവസ്ഥ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. പിന്നെ അത് രണ്ടാമത്തേതാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. അടുത്തത്, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഏത്? ഉത്തരം മണികരനും അതെ, പുകതാഴ്വരയും അതെ. അപ്പൊ ഇതിനകത്ത് 1ഉം 2ഉമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഇനി 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? അതിന്റെ ഉത്തരം മിഷോങ് ആണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കരാർ. ഓപ്ഷൻ എ, പുറംപണിക്കരാറാണ് അതിന്റെ ശരിയായ ഉത്തരം. GST നിലവിൽ വന്നത് വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് 2017-ലാണ്, ജൂലൈ 2017. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, അത് ശരിയാണ്. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു, അതും ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970-ന്റെ പകുതി മുതൽ 1980-ന്റെ പകുതി വരെയാണ്,
അതും ശരിയാണ്. അപ്പം ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ, സുസ്ഥിരമാക്കൽ നടപടികൾ, അവശേഷം. ഇതിനകത്ത് ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഇതാണ് ശരിയായ ഉത്തരം. ഇനി നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ ശരിയാണ്. സഹകരണ ഫെഡറലിസം അതും ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും അതും ശരിയാണ്. അപ്പം ഇവയെല്ലാം എന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി 18 പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എപ്പോൾ എന്നുള്ളതാണ്. നിലവിൽ വന്നത് യഥാർത്ഥത്തിൽ 28 ഓഗസ്റ്റ് 2014 ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. അത് തെറ്റാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. അതും തെറ്റാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പം 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇനി സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇത് വരുന്നത് അനുച്ഛേദം 248 ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അതും ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. തെറ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതും തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയനുകൾ അത് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് യഥാർത്ഥ ആൻസർ. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരി ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. തെറ്റ്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. തെറ്റ്. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. അതും ശരി. അപ്പൊ 3ാമത്തെ 4ാമത്തെയുമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വീണ്ടും നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. അത് ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 207 ആണ്. അതും ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. അത് തെറ്റാണ്. അപ്പം നമുക്ക് എയും ബിയുമാണ് ശരിയായിട്ട് വരുന്നത്. എയും ബിയും ശരി എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. തെറ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. അത് ശരിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി കൂടിയാണ് ഫാത്തിമ ബീവി. അതും ശരിയാണ്. അന്തരിച്ചത് 2023 നവംബർ 22 അത് തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായ 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് ആർട്ടിക്കിൾ 357 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അല്ല, അത് 357 അല്ല, സോറി, 358 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വരുന്നത്. 27ാമത്തെ ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ചെയർമാൻ മനോജ് സോണിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 28 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റേത് എന്നുള്ളതാണ്
നമ്മളോടുള്ള ചോദ്യം. ഒന്ന്, പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ, അത് തെറ്റാണ്. പഞ്ചായത്ത് രാജ് അത് ശരിയായ കാര്യമാണ്. അപ്പൊ അതല്ല അതിന്റെ ഉത്തരം. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതില് ഉത്തരം. 29, കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? പഞ്ചായത്ത് രാജ് ദിനം വരുന്നത് ഫെബ്രുവരി 19 ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണെന്നുള്ളതാണ് ചോദ്യം. അത് 2008 28ാം നമ്പർ ആക്ട് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരുന്നത്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? അത് ഹൈക്കോടതിക്കാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? പാർക്കിൻസൺസ് ഉണ്ടാകുന്നത് ഡോപ്പമിന്റെ കുറവ് മൂലമാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവയേത്? തെറ്റായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം ശരിയാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു ശരിയാണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നത് തെറ്റാണ്. ഗൊണാഡോട്രോഫിക് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു, അതും തെറ്റാണ്. അപ്പൊ അതിൽ 3ഉം 4ഉം തെറ്റായിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് ചോദ്യം. അത് ഇതിൽ ഓപ്ഷൻ ബി തൈമിനാണ് യഥാർത്ഥ ഉത്തരം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? അത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ചെറുതനയാണ് ശരിയായ ഉത്തരം. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? 2023 വൈദ്യശാസ്ത്ര നോബലാണ്. അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? തരംഗദൈർഘ്യം കൂടിയ രശ്മിയാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി റേഡിയോ തരംഗമാണ്. 39, പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. SI യൂണിറ്റ് ആണ് ചോദ്യം. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 11.2 km/s ആണ്. ഇത് സോൾവ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ജിയും തന്നിട്ടുണ്ട്, പ്രഷർ 1 atm തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സാന്ദ്രതയും തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റായ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 2 atm ആണ്. ഇതും സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വേറെ വീഡിയോ ഇടുന്നുണ്ട്. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? അത് ഓപ്ഷൻ ബി ആണ്, 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം നിക്കലാണ്. ഓപ്ഷൻ എ ആണ്. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഇത് ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? 0 രാസസംയോഗ ശക്തിയുള്ളത് ഇവയിൽ ഏതിനാണ്? ലിഥിയം, ബെറിലിയം, ഫ്ലൂറിൻ, ഹീലിയം. ഇതാണ് 4 ഓപ്ഷൻസ്. ഇതിൽ ഹീലിയത്തിനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഇവയിൽ ഫുട്ബോൾ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? അത് കുമാരനാശാനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ. ആരുടെ വാക്കുകളാണ്? ഇത് വള്ളത്തോളിന്റെ വാക്കാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏത്? അത് H9N2 ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2 1/2 plus 3 1/3 plus 4 1/4 equal to എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 10 1/12 ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 100 cube into 1000 raised to 5 is equal to 10 raised to x ആയാൽ xന്റെ വില എത്ര? ആൻസർ എ 21 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം ഓപ്ഷൻ സി -1 ആണ് ശരിയായ ഉത്തരം. എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20% ആയാൽ a plus b is to b minus a എത്ര എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 5:1 ആണ്. ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈക്വൽ ടു 52 ആയാൽ ഡൽഹി ഈക്വൽ ടു എന്താണ്? അത് ഓപ്ഷൻ സി 33 ആണ് ശരിയായ ഉത്തരം. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 300 രൂപ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അത് ശരിയായ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് 391. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും എന്നുള്ളതാണ് ചോദ്യം. അതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 240 രൂപയാണ്. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏതോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി 4 ആണ്. 6⁻15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അത് ഓപ്ഷൻ സി ആണ് 6 ആണ് ശരിയായ ഉത്തരം. ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള മാത്സ് സോൾവ് ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? അപ്പൊ ഇതിൽ ജെറണ്ട് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോമിൽ ഒരു വെർബിന്റെ കൂടെ ING ഫോം വന്ന് ഇവിടെ ഇപ്പൊ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ ING ഫോം വരുന്നത് പ്ലേയിങ് മാത്രമാണ്. അതാണ് ആ വെർബിന്റെ കൂട്ടത്തിൽ മാത്രമാണ് ഈ ING ഫോം വരുന്നത്. അപ്പൊ ഇതിലെ ഓപ്ഷൻ സി ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. That was dash disappointment, but we managed to get the dash room across dash hall from it. ഇതില് എയും ദായും ആനും ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പം that was the disappointment, but we managed to get a room across the hall from it. Across a hall from it എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. As soon as he came, he made sure that everything was all right. Change into a negative sentence without changing its meaning. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആക്കണം, പക്ഷെ ഇതിന്റെ മീനിങ് മാറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് no sooner did he come then he made sure that everything was all right. So ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരുന്നത്. ഇനി if James dash enough money, he dash buy a new car next year. അപ്പം ജെയിംസിന് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ജെയിംസ് അടുത്ത വർഷം കൊണ്ട് ഒരു കാർ വാങ്ങിക്കുമായിരിക്കും. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഹി വാസ് ആബ്സെന്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. എ ലവ്ലി അഫെയർ, എ ഗുഡ് ഇൻസിഡന്റ്, എ ലവ് അഫെയർ, എ സെക്ഷൽ അഫെയർ. ഇതിലെ ലവ് അഫെയർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഡിസ്ക്രിപ്പാൻസി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡിസ്ക്രിപ്പാൻസിയുടെ ശരിയായ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് DISCREPANCY ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. His speech has taken the wind out of my sails. Taken the wind out of my sails എന്ന് പറഞ്ഞാൽ എന്നെ തകർത്ത് കളഞ്ഞു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പം made me depressed എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ്. They said let us come in. അതിന്റെ ശരിയായ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. They requested me to let them come in. അപ്പൊ ഓപ്ഷൻ ഡി ആണ്.
എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം, അതിനെ നമ്മൾ മെയ്ഡൻ സ്പീച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏതെന്നാണ് 10 തെങ്ങ് 10 തെങ്ങുകൾ, 100 പുസ്തകം 100 പുസ്തകങ്ങൾ. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ 10 തെങ്ങ് ശരിയാണ്, 100 പുസ്തകവും ശരിയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം, ശരിയായ ഓപ്ഷൻ, ഓപ്ഷൻ ബി. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം നേതാവ്. ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നേത്രിയാണ്. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്, പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. മിന്നാമിനുങ്ങിന്റെ പര്യായ പദമാണ് തൈജസകീടം, തൈജസകീടം വരും. അതുപോലെ ഖദ്യോതം, ഖദ്യോതവും വരും. അപ്പം 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. അതപ്പോ ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം എന്ന് വരുന്നത്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം, ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വഞ്ചകനാണ്. അപ്പൊ അത് എ മാത്രമാണ് ശരി, 1 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം, ധനം എന്ന വാക്കിന് പകരമായിട്ട് നമുക്ക് അർത്ഥം ഉപയോഗിക്കാൻ പറ്റും. അർത്ഥം വരും, അതുപോലെ വിത്തം വരും. അപ്പൊ 1ഉം 2ഉം ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയായ വാക്കുകൾ ഏത്? ശരിയായ വാക്കുകൾ രക്ഷകർത്താവ്, രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഇതില് രക്ഷാകർത്താവാണ് ശരി, അതുപോലെ ഹാർദമാണ് ശരി. അപ്പം 2ഉം 4ഉം ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഓപ്ഷൻ. ഫാഷൻ മോങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജമ ഏത്? ഫാഷൻ മോങ്കർ എന്ന പദത്തിന് ശരിയായ തർജ്ജമ വരുന്നത് അഴകിയ രാവണനാണ്. അതില് 1 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ്. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദം ഏത്? കഥയുടെ പ്രധാന അംശം എന്ന് പറയുന്നത് കഥാഗതി, കഥാസാരം, കഥനം, കഥാസംക്ഷേപം. അപ്പൊ അതിൽ വരുന്നത് കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം എന്ന അർത്ഥം വരുന്നത്. അപ്പം 2 മാത്രമാണ് ശരി. അതിൽ ഓപ്ഷൻ സി ആണ്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് പിൽക്കാലം, കണ്ണീര്. പിൻ പ്ലസ് കാലം, പിൽ പ്ലസ് കാലം, കൺ പ്ലസ് നീര്, കണ്ണ് പ്ലസ് നീര് എന്നുള്ളതാണ്. അതിൽ പിൻ പ്ലസ് കാലമാണ് പിൻകാലം വരുന്നത്. അതുപോലെ കൺ പ്ലസ് നീരാണ് കണ്ണീര്. അപ്പം 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത്, അതിന്റെ അർത്ഥം ഉള്ളില് നമുക്ക് ദേഷ്യം ഉണ്ടായിരിക്കും, പക്ഷെ പുറമെ നമ്മൾ വളരെ സ്നേഹത്തോടെയും ചിരിച്ചുകൊണ്ടും പെരുമാറുന്നതിനെയാണ് നമ്മൾ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ മീനിങ് വരുന്നത് ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും. അപ്പൊ അത് 4 മാത്രമാണ് ശരി. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം വരുന്നത് ഉത്തർപ്രദേശ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞ ബോഡിലോൺ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട്, അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആഞ്ഞിലിയാണ്. ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന വരുന്നത് ഓപ്ഷൻ എ ആണ്, WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാലിലാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് തിമിംഗല സ്രാവാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്?
താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്തത്. തേക്കടി, വയനാട്, പറമ്പിക്കുളം മുകളിൽ പറഞ്ഞ ഒന്നുമല്ല, അത് വയനാടാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏത്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ചെങ്കുറിഞ്ഞിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? 1986 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? മയിൽ സങ്കേതം ചൂലന്നൂർ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളൊന്നും ഇല്ലാത്തത് കാസർഗോഡാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? അത് ചെന്നൈക്ക് സമീപമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. അതാണ് ശരിയായ ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അതിന്റെ ശരിയായ ഉത്തരം മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരുന്നത്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? അത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പ്രകാരമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എന്താണ് NDFP? NDFP എന്താണെന്നാണ്? അത് തടിയിതര വനോൽപ്പന്നങ്ങളാണ് NDFP. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പ്രോജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏത്? 1992 പ്രോജക്ട് എലഫന്റ് ആരംഭിച്ചത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. IT നിയമത്തിലെ ഈ വ്യവസ്ഥ അത് ഏത് വ്യവസ്ഥയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് സെക്ഷൻ 65 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏതു വകുപ്പിന് കീഴിലാണ്? അത് സെക്ഷൻ 66 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം.